ഹലോ, പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇത് വെളുപ്പിന് 5:15 ഒരു പുതിയ ഹാബിറ്റ് തുടങ്ങാമെന്ന് വെച്ചിട്ട് നടക്കാൻ ഇറങ്ങിയതാണ് കേട്ടോ. ഭക്ഷണമോ നിയന്ത്രിക്കാൻ പറ്റുന്നത് എന്നാൽ കുറച്ച് നടക്കുകയെങ്കിലും ചെയ്യാമെന്ന് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തൊരു ഫ്രണ്ടിനെ കൂടെ കിട്ടി നടക്കാൻ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഞാൻ കാണിക്കാം. ചോദിച്ചിട്ട് വീഡിയോയിൽ വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ ഞാനും പുള്ളിക്കാരിയും കൂടെ രാവിലെ നടക്കാൻ പോകും കേട്ടോ. അങ്ങനെ കുറച്ച് ഞാൻ പറഞ്ഞില്ല, കാലറി കൗണ്ട് ചെയ്ത് ഫുഡ് കഴിക്കാൻ മിക്ക ദിവസവും പറ്റാറില്ല. ഇങ്ങനെ ആകെ കാലറി കൊള്ളമായ ഒരു ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ കാണിക്കുന്നത്. അതായത് ഇപ്പോൾ ഗോപുമൊക്കെ ഉള്ളതുകൊണ്ട് മിക്ക ദിവസം നമ്മൾ വെളിയിൽ നിന്ന് കഴിക്കും. അങ്ങനെ ഇപ്പോൾ ഇനി ഇവരൊക്കെ പോയി കഴിയുമ്പോൾ ഞാൻ ചിലപ്പം കൺട്രോൾ ആവും. അപ്പം ഞാൻ കാലറി കൗണ്ട് ചെയ്തുള്ള ഫുഡിൻ്റെ വീഡിയോ ഇടാം കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞ പ്രോമിസ് എല്ലാം ഞാൻ തെറ്റിച്ചിരിക്കുകയാണ്. കാരണം ഇവിടെ വന്നിട്ട് എല്ലാവരെയും ആദ്യം മീറ്റ് ചെയ്യുന്നു, പിന്നെ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്ന കാരണം എപ്പോഴും നമുക്ക് ഷോപ്പിംഗ് എന്തെങ്കിലും അങ്ങനെ കാണുന്നതിന് എപ്പോഴും പുറത്തുനിന്നാണ് കേട്ടോ ഫുഡ്. അപ്പം നമ്മൾ കാലറിയെക്കുറിച്ച് ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. എന്നാൽ രാവിലെ കുറച്ച് നടക്കുകയെങ്കിലും ചെയ്യാമെന്ന് വെച്ചാൽ അത് മാത്രം നടക്കുന്നുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് ഒരു 8000 സ്റ്റെപ്സൊക്കെ ഒറ്റ സ്ട്രെച്ചിന് എടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെയുള്ള നടപ്പം കൂടി ആകുമ്പം അത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ അപ്പോഴും ഞാൻ പറയാറുള്ള നടത്ത ഒരു എക്സസൈസ് അല്ലല്ലോ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ അന്നത്തെ ദിവസം ഉച്ചയ്ക്ക് ഞങ്ങൾ ഇറങ്ങുമ്പോൾ മഴയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കോട്ടയത്ത് പോയി ഫുഡ് കഴിക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ജസ്റ്റ് ഒന്ന് കോട്ടയത്ത് പോയി ഒരു ഫിഷ് കറി മീൽസ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് കാർഗി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൽ. അപ്പോൾ എനിക്ക് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നാട്ടിൽ വന്നപ്പം ഞാൻ ഈ റെസ്റ്റോറൻറ്റ് കാണിച്ചിട്ടുള്ള ഒരാഴ്ചയാണ് ഞാനും കൂടെ ഇവിടെ വന്ന് കഴിച്ചത്. അപ്പം ഈ ഇത്തവണ നമുക്ക് എല്ലാവർക്കും കൂടെ അമ്മ അച്ഛനൊക്കെ ആയിട്ട് വരാം. കാർഗീനി വന്നിട്ട് ഫിഷ് കറി മീൽസും പിന്നെ ഇവർക്ക് എന്തൊക്കെയോ അതൊക്കെ കഴിക്കാമെന്ന് വെച്ചിട്ട് വന്നതാണ് കേട്ടോ. അത് രസമുണ്ടായി. ഞങ്ങൾ അത് കഴിഞ്ഞ് ഇപ്പോൾ കണ്ടോ നല്ല തെളിഞ്ഞ് നിൽക്കുക, ഒരു പ്രശ്നമില്ല. ഞങ്ങൾ അകത്ത് കയറി ജസ്റ്റ് അങ്ങോട്ട് ഇരിക്കാൻ അങ്ങ് തുടങ്ങുക, ഭയങ്കര മഴ. അപ്പോൾ നല്ലൊരു ആംബിയൻസ് ആയിരുന്നു കേട്ടോ. അതാണ് ഞാൻ പറയാൻ വന്നത്. നല്ല ഫുഡും നല്ല മഴയും അടിപൊളിയായിരുന്നു. അതുകൊണ്ട് ഫുഡ് ഞാൻ കിട്ടിയ ചോറ് മുഴുവൻ കഴിച്ചെന്ന് തന്നെ പറയാം. അപ്പോൾ ഞാൻ ഈ സ്ഥലത്ത് മഴയില്ലെങ്കിൽ വെളിയിൽ കുട്ടികൾ ഇച്ചിരി പ്ലേ ഏരിയ ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവർക്ക് അതിൻ്റെ അപ്പുറത്തൊരു പ്ലേസ് ആക്ടിവിറ്റി ചെയ്യുന്നൊരു സ്ഥലമുണ്ട്. അവിടെ പോകണമെന്ന് വെച്ചപ്പോൾ ഭയങ്കര മഴ. അപ്പോൾ നമ്മൾ പറഞ്ഞു മഴ നിൽക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യും. അവിടുത്തെ ഒരു ആംബിയൻസ് രസമുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും അച്ഛനും അമ്മയും ഗോപും ഞങ്ങളെല്ലാവരും ഫിഷ് കറി മീൽസും ഓർഡർ ചെയ്തു. പിന്നെ വലിയൊരു ഫിഷ് നമുക്ക് ഫ്രൈ ചെയ്ത് തവ ഫ്രൈ ആണ് കേട്ടോ പറഞ്ഞത്. കാളാഞ്ചിയാണ് പറഞ്ഞത്. ഇവർ പൊറോട്ടയുടെ ആൾക്കാരാണ്. ഇവർ പൊറോട്ടയും പിന്നെ ആര്യൻ വെറുതെ പറഞ്ഞതാണ് തായ് റെഡ് കറി. പിന്നെ ഇവൻ പറഞ്ഞത് പ്രോൺസിൻ്റെ ഒരു കറി. പിന്നെ അച്ഛനൊരു തേങ്ങ അരച്ച മീൻ കറിയും കൂടെ പറഞ്ഞു. ഇത്രയാണ് കേട്ടോ നമ്മൾ പറഞ്ഞത്. അപ്പോൾ ആദ്യം കുടിക്കാനായിട്ട് ഇവൻ പറഞ്ഞു എനിക്കൊരു ഡ്രാഗൺ പഞ്ച് വേണം. ഞങ്ങൾ സേഫായിട്ട് എപ്പോൾ ചെന്നാലും ഫ്രഷ് ലൈം സോഡയാണ് വാങ്ങിച്ചത്. അപ്പോൾ ആദ്യം ഡ്രാഗൺ പഞ്ച് വന്നു. അപ്പോൾ ഇവൻ നോക്കിയപ്പോൾ തന്നെ ഈ സിറപ്പ് ഒഴിക്കുന്ന ഭയങ്കര മധുരമാണ്. അജുവിന് അത്ര മധുരം ഇഷ്ടമില്ല, അതുകൊണ്ട് അജു മാറ്റി വെച്ചു. ഉടനെ അവളെ കളറ് കണ്ടുകൊണ്ട്, പിങ്ക് എന്നുള്ള കളറ് കണ്ടുകൊണ്ട് അവളുടെ ഫേവറേറ്റ് കളർ പിങ്കാണ്. കുടിച്ചു. എന്നിട്ട് പറഞ്ഞു എനിക്ക് വേണം, ഞാൻ കുടിച്ചോളാം എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പൊറോട്ട കഴിക്കത്തില്ല, എനിക്ക് നൂഡിൽസ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചിക്കൻ നൂഡിൽസ് ഓർഡർ ചെയ്തു അവൾക്ക്. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പുറത്ത് ഭയങ്കര മഴയും. അപ്പോൾ ഈ പിള്ളേർ മഴയൊന്ന് തീർന്നിട്ട് വേണം അവർക്ക് കളിക്കാൻ പോകണമെന്ന് പറഞ്ഞു. പോകാൻ പറ്റുമോ അത് കാരണം ഭയങ്കര ആ ഒരു ടെൻഷനിലാണ്, കളിക്കാൻ പോകാനുള്ള മൂഡിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു കഴിച്ച് കഴിയുമ്പോൾ നമുക്ക് നോക്കാം, അവിടെ തോപ്പണാണെങ്കിൽ എന്തായാലും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് പ്രോമിസ് ചെയ്ത് ഫുഡ് കഴിക്കണം, എന്നാലും ഫുഡ് കഴിച്ചാൽ മാത്രമേ കൊണ്ടുപോകത്തുള്ളൂ എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ആദ്യം തന്നെ കുറച്ച് ജ്യൂസ് കുടിച്ചു. അങ്ങനെ നോക്കിയിരുന്നപ്പോഴത്തേക്കും നമ്മുടെ ഫുഡ് വന്നു. നമ്മുടെ ഫുഡ് കണ്ടോ, ഇതാണ് നമ്മുടെ കാളാഞ്ചി തവ ഫ്രൈ. ഞാൻ എപ്പോഴും പൊള്ളിച്ചതിനേക്കാളും പ്രിഫർ ചെയ്യുന്ന തവ ഫ്രൈ ആണ് കേട്ടോ. തവ ഫ്രൈ നല്ല ടേസ്റ്റാണ്. പിന്നെ ഞാൻ എപ്പോഴും പറയുമല്ലോ, ഞങ്ങളുടെ കാൺപൂർ എന്നൊക്കെ പറഞ്ഞാൽ ഫിഷിന് നമുക്ക് ഹൈ പ്രയോറിറ്റിയാണ്. അവിടെ നല്ല ഫിഷൊന്നും കിട്ടത്തില്ലാത്തതുകൊണ്ട് അപ്പോൾ എപ്പോഴും ഫിഷാണ് നമുക്ക്. ചിക്കനെയും ബാക്കി ഈ പിള്ളേരൊക്കെ ചിക്കൻ കഴിക്കും, പക്ഷേ എനിക്ക് ഫിഷാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ അങ്ങനെ നമ്മുടെ താലി മീൽസ് ഫിഷ് കറി മീൽസ് വന്നു. അതിനകത്ത് ഒരു പായസമുണ്ട്, പിന്നെ സാമ്പാർ, അവിയൽ, രസം, പിന്നെ മുളകിട്ട മീൻ കറി, ചമ്മന്തി, മുളക് വറുത്തത്, വെള്ളരിക്ക പച്ചടി, പാവയ്ക്ക തോരൻ, പിന്നെ പാവയ്ക്കല്ല പയർ തോരൻ, പിന്നെ ഒരു അച്ചാർ. ഇത്ര സംഗതിയുണ്ട്. ചിക്കൻ നൂഡിൽസ്, നമ്മുടെ മലബാർ പൊറോട്ടയുടെ കൂടെ ഒരു പ്രോൺസിൻ്റെ കറി, ഗോവൻ പ്രോൺസ് കറി, പിന്നെ ഒരു തായ് റെഡ് കറി, പിന്നെ വാങ്ങിച്ചത് നെയ്മീൻ, തേങ്ങ അരച്ച് മാങ്ങയിട്ട്, അതായത് നമ്മുടെ തേങ്ങ അരച്ച മീൻ കറി. ഇത്ര സംഗതി. അച്ഛന് തേങ്ങ അരച്ച മീൻ കറി വേണമെന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചാണ് കേട്ടോ. അപ്പോൾ ഇവളുടെ നൂഡിൽസ് ഇവൾ ആദ്യം കണ്ടോ, ആ ഗ്ലാസിൻ്റെ പകുതിയോളം ഈ ഡ്രാഗൺ പഞ്ച് ജ്യൂസ് കുടിച്ചത് കാരണം ഒരു പൊറോട്ടയും കുറച്ച് കഴിച്ചു,
കുറച്ച് നൂഡിൽസും, പിന്നെ നമ്മൾ ബാക്കി പാക്ക് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അങ്ങോട്ട് മാറിയ സമയത്ത് എനിക്ക് നല്ല അടിപൊളിയായിട്ട് 2 തവിയൊന്നുമില്ല, അതിലും കൂടുതൽ ചോറിട്ടിട്ടുണ്ട്. പക്ഷേങ്കിൽ ഞാൻ രാവിലെ അന്ന് ചെറിയ 2 ഇഡ്ഡലി കഴിച്ചാലും വിശക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഫിഷ് ഫ്രൈ കണ്ട് എൻ്റെ കൺട്രോൾ പോയല്ലോ. അതുകൊണ്ട് ഞാൻ ഫിഷ് ഫ്രൈയും ഒക്കെ കൂടിയിട്ട് ആ ചോറ് മുഴുവൻ ഉണ്ടോ എന്നുള്ളതാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എവിടെ കൊണ്ട് നിങ്ങളുടെ അടുത്ത് കാലറി ഡെഫിസിറ്റ് പറയാനാണ്. അതുകൊണ്ട് ഞാൻ ഓർത്തു ഈ ആഴ്ച 2-3 ദിവസം കൂടെ ഒന്ന് കഴിഞ്ഞിട്ട് കുറച്ച് വീട്ടിലെ ഫുഡ് മാത്രമായിട്ട് കഴിക്കുമ്പോൾ നമുക്കതൊക്കെ നോക്കാം. അതിന് മുമ്പ് നമ്മൾ ഇങ്ങനെ അങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ ഏകദേശം 1 മാസമാകുന്നു ഞാൻ ഒരു കാലറി നോക്കാതെയും, അതായത് എക്സസൈസ് ചെയ്തിട്ട് 1 മാസമാകുന്നു, ഫുഡ് ഒരു ഇതുമില്ലാതെ കഴിക്കുന്നുമുണ്ട് കേട്ടോ. ഇനി എന്തായാലും താളം തെറ്റിയ ഒരു ആഹാരക്രമവും എക്സസൈസും ഒക്കെയാണ്, നോക്കാം. പിന്നെ ലൈഫല്ലേ, അങ്ങനെയൊക്കെയല്ലേ. അങ്ങനെ ഞങ്ങളെല്ലാം ഫുഡ് കഴിച്ചിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്ത് വെളിയിൽ നിന്ന്. അപ്പോൾ ഈ പിള്ളേർ പോയി ആ പ്ലേസ് കൊണ്ട് അവിടെ നോക്കിയപ്പോൾ അവിടെ ക്ലോസ്ഡാണ്. അതുകൊണ്ട് പിന്നെ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോരാമെന്ന് പറഞ്ഞിട്ട് വീട്ടിലോട്ട് പോരുകയാണ് കേട്ടോ. അത്ര മൂഡ് ശരിയല്ല, എന്നാലും അവരെ തന്നെ വിട്ട് നമ്മൾ നോക്കിച്ചു. അപ്പോൾ അവർ തന്നെ പോയി ചോദിച്ചപ്പോൾ ക്ലോസ്ഡാന്ന് പറഞ്ഞു. അജ്ജും പിള്ളേരും കൂടെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ വന്ന വഴിക്ക് മോക്ക് ഞാനന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു, ഷീമാട്ടിൽ നിന്ന് ചുരിദാറിൻ്റെ തുണി എടുത്തു, അതൊന്ന് വാങ്ങിക്കണം. അങ്ങനെ ഞങ്ങൾ ചുറ്റി വളഞ്ഞ് അതൊക്കെ വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത്. ഒരു 2 ചുരിദാർ ഡ്രസ്സ് തയ്പ്പിക്കാനുണ്ടായിരുന്നു, പിന്നെ കുറച്ച് വേറെ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ വീട്ടിൽ വന്നിട്ട് വൈകുന്നേരം ഞങ്ങൾ ഇവരൊരു കോക്ടെയിലും മോക്ടെയിലും ഒക്കെ കിട്ടുന്ന ഒരു സ്ഥലത്തോട് നമുക്ക് എല്ലാവർക്കും കൂടെ പോകാൻ പറഞ്ഞിട്ട് ഞാനും ഗോപും അജ്ജും പിന്നെ ഞാൻ എൻ്റെ കസിനും കൂടെ അവിടെ പോയി കേട്ടോ. അവിടെ പോയപ്പം നമ്മളൊരു മോക്ടെയിലും ഇവർ കോക്ടെയിലും ഒക്കെ വാങ്ങിച്ചു കേട്ടോ. നല്ലതായിരുന്നു. അപ്പം മെയിൻ അവിടുത്തെ അട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പാൽക്കപ്പയും ബീഫ് റിബ്സും കൂടെയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഈ വീഡിയോ കയറി വന്നിട്ട് ഇവളുടെ ഞാൻ പറഞ്ഞ ചുരിദാർ തയ്പ്പിച്ചാണ് കേട്ടോ. ഇതാണ് ഒരു ചുരിദാർ, അതിൻ്റെ താഴെ ഒരു പ്ലാസോയും ഉണ്ട്. അപ്പോൾ അവളോട് നമ്മൾ ഡാൻസ് കളിക്കുമെന്ന് പറയാതിട്ട്, അപ്പോൾ അത് അവൾ ഇട്ടപ്പം അവൾക്ക് ഡാൻസ് പ്രാക്ടീസ് ചെയ്യാൻ പോകാൻ വേണ്ടിയിട്ടാണ് ചുരിദാർ വേണമെന്ന് പറഞ്ഞിട്ട് കൊണ്ട് തയ്പ്പിച്ച് വാങ്ങിച്ചിരിക്കുകയാണ്. മൊഡാൽ സിൽക്കിൻ്റെ ഒരു ചുരിദാർ. അപ്പോൾ അവൾ ഭയങ്കര ഭരതനാട്യം പഠിച്ച് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ കാണിക്കണം. അപ്പോൾ അജു പറയാം ഇവൾ നന്നായിട്ട് കളിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ പറയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കളിപ്പിച്ച് ഭാവത്തിനെ കൊണ്ട് നോക്കുക. അപ്പോൾ താഴത്തെ പ്ലാസോ പോലത്തെ സാധനം വേണമെങ്കിൽ ലെഗിങ്സ് ഇടാം, അല്ല ഞാൻ പ്ലാസോ ആണ് തയ്പ്പിച്ചത്. പിന്നെ വേറെ ഒരു ബ്ലൂ അമ്മയുടെ കയ്യിൽ ഇരിക്കുന്നുണ്ട്, അത് നമ്മൾ ഇവക്കൊരു ആലിയക്കട്ട് ഡ്രസ്സ് തയ്പ്പിച്ചു. അതും ഇവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അതിട്ടുകൊണ്ട് ഇത് ഊരാൻ ഭയങ്കര പാടായിട്ട് ഇട്ട് കഴിഞ്ഞപ്പം. അങ്ങനെ അതൊക്കെ കണ്ടു. അത് കഴിഞ്ഞിട്ട് ഞാനിത് അതിൻ്റെ ഇടയ്ക്ക് ആ വീഡിയോ വന്നെന്ന് പറയില്ലേ. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് ബ്ലൂ ലഗൂൺ, ഒരു മോക്ടെയിൽ, പിന്നെ ഞാനൊരു എന്തായിരുന്നു ഒരു ഏതോ ഒരു ഞാൻ ഓർക്കുന്നില്ല, എന്തോ ലെമണിൻ്റെ ഒരു വെർജിൻ മൊയ്റ്റ അല്ല, വേറെ ഒരു ലെമണിൻ്റെ ഒരു സാധനമായിരുന്നു. ഇവർ മാർഗ്രേറ്റ് എന്തൊക്കെയായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് പാൽക്കപ്പ വിത്ത് റിബ്സ് അവിടുത്തെ ഭയങ്കര ഫേമസ് ആണെന്ന് ഇവർ പറയും. ഇവർ ആദ്യം കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വായിക്കാനുണ്ട്. ഞാനങ്ങനെ ഇത് ബീഫിൻ്റെ റിബ്സാണ്. അത് അവർ കട്ട് ചെയ്യാൻ ഭയങ്കര പാടാണ്, നല്ല വലിയൊരു പീസല്ലേ. പക്ഷെ അവരുടെ പാൽക്കപ്പ ഈ കോമ്പിനേഷൻ ഞാൻ കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ കഴിച്ചിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ പാൽക്കപ്പയും നമ്മുടെ പ്രോൺസിൻ്റെ കറിയും കൂടെ കഴിച്ചത്. അത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അനിയൻ എന്നാണ് നമ്മൾ എൻ്റെ കസിനെ വിളിക്കുന്നത്. അനിയൻ പറഞ്ഞത് നല്ല ടേസ്റ്റ്, നല്ല കോമ്പിനേഷനാണ്, കഴിച്ചു നോക്ക് അങ്ങനെ പറഞ്ഞു കേട്ടോ. എനിക്ക് ഈ കപ്പയുടെ കൂടെ ഈ കോമ്പിനേഷൻ അത്ര ശരിയായിട്ട് തോന്നില്ല, പക്ഷേ കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ. അതിൻ്റെ ഗ്രേവി എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. അത് ഗ്രേവിക്കകത്ത് ആ കപ്പ കിടന്നിട്ടേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അജ്ജു ഇത് കഴിക്കത്തില്ല, പിന്നെ ടേസ്റ്റ് ചെയ്യാൻ മാത്രം ഒന്ന് നോക്കിയെന്നുള്ളൂ. അജ്ജുവിന് ബീഫ് അത്ര ഇഷ്ടമില്ല. അജ്ജു ചിക്കൻ 65 വാങ്ങിച്ചു. പിന്നെ നമ്മളൊരു കാന്താരി ഫിഷും കൂടെ വാങ്ങിച്ചു കേട്ടോ. കാന്താരി കോക്കനട്ട് മിൽക്കിനകത്തിട്ട ഫിഷ്. അത് കുറച്ച് ലേറ്റായിട്ടാട്ടോ വന്നത്, അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. അങ്ങനെ ഇത് ഗോപു പോകുന്നതിൻ്റെ തലേ ദിവസമാണ്. അങ്ങനെ ഞങ്ങളൊരു വെറുതെ സന്ധ്യയായപ്പോൾ ഞങ്ങൾ 8 മണിയായപ്പോൾ വന്നിട്ട് 10:30 വരെ ഇതൊക്കെ കഴിച്ചിട്ട്, അന്നത് ഞാൻ പറഞ്ഞല്ലോ ഉച്ചയ്ക്ക് നല്ല ഹെവി ഫുഡ് കഴിച്ച കാരണം ഒന്നും കഴിക്കാൻ തോന്നില്ലായിരുന്നു. പിന്നെ ജസ്റ്റ് ഒന്ന് വൈകുന്നേരം ഒന്ന് ഇറങ്ങാം, ഒരു ക്വാളിറ്റി ടൈം എന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ്. പിള്ളേരെ കൊണ്ടുവന്നിട്ടില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നൊരു 10 മണിയായപ്പോൾ ഇറങ്ങി വീട്ടിൽ വന്നു. പിറ്റേ ദിവസം അപ്പോൾ എല്ലാം പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇവരുടെ വെക്കേഷൻ കഴിഞ്ഞ് പിറ്റേ ദിവസം പോകാൻ അതിൻ്റെ ഒരു മൂഡ് ഓഫ് ഉണ്ട് അമ്മയ്ക്കൊക്കെ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഗോപുരെ കൊണ്ടുവിടാനായിട്ട് ഞാനും അജ്ജുവും കൂടെയാണ് പോയത്. അമ്മയൊക്കെ നമുക്കൊരു എൻഗേജ്മെൻ്റ് ഉണ്ട്, അവിടെ പോയി. അമ്മയ്ക്ക് വരണം എന്നുണ്ടായിരുന്നു, പക്ഷെ വന്നില്ല. അങ്ങനെ എൻഗേജ്മെൻറ്റിന് പോയി. അപ്പോൾ ഇവളിങ്ങനെ പോവുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് രാവിലെ 10 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങി. ഇവരുടെ ഫ്ലൈറ്റ് 3:30-3:30ക്കാണ്. അപ്പോൾ നമ്മളവിടെ വിചാരിച്ച് നമ്മളവിടെ ചെന്നിട്ട് ഇവർക്ക് ഡൊമസ്റ്റിക്, അതായത് ഗോപു എൻ്റെ അടുത്തോട്ടാണല്ലോ വന്നത്, അതുകൊണ്ട് കണക്ഷൻ അല്ല എടുത്തത്. ഇവിടെ ഡൽഹിയാണ്, ഡൽഹി വരെ ഡൊമസ്റ്റിക്കിൽ പോയിട്ട് പിന്നെയാണ് അവർ ഡൽഹിയിൽ നിന്നാണ് ഷിക്കാഗോ ഫ്ലൈറ്റ്. അപ്പം ആ പാട്ടാണ് കേട്ടോ, ഏക് നമ്പർ, ഒരു ഭയങ്കര ഹിറ്റ് അയക്കുന്നൊരു പാട്ടില്ലേ അതിന്, ആ പാട്ടിട്ട് അതവൾ ചെയ്യുകയാണ്.
അപ്പം ഞങ്ങൾ ഓർത്തു അവിടെ എയർപോർട്ടിൻ്റെ അടുത്ത് സൽക്കാരം ഉണ്ടല്ലോ പാരഗണിൻ്റെ. ഞാൻ എല്ലാ പ്രാവശ്യം വന്നാലും ഏതെങ്കിലും ഒരു പാരഗണിൻ്റെ ഔട്ട്ലെറ്റ് ട്രൈ ചെയ്യും. എനിക്ക് ഇഷ്ടപ്പെടത്തില്ലെങ്കിൽ പിന്നെ ഞാൻ ബിരിയാണി ആ ഒരു ഹൈപ്പിനനുസരിച്ച് ഉള്ള ബിരിയാണി കിട്ടാറില്ല. എന്നാൽ ഇവിടുത്തെ സൽക്കാരയിലൊന്ന് പോയി നോക്കാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ എയർപോർട്ട് ക്രോസ് ചെയ്ത് കേട്ടോ വേണം പോകാൻ. എന്നിട്ട് നമ്മൾ അവിടെ പോയി. ഇതേതാ എയർപോർട്ടിലോട്ട് പോകുന്ന അങ്കമാലി ഒക്കെ കഴിഞ്ഞിട്ടുള്ളിടത്തെ ആ പുഴയാണ് കേട്ടോ. അതിങ്ങനെ പൊങ്ങിയിട്ട് അതിനകത്തെ അമ്പലത്തിൻ്റെ മേൽക്കൂര മാത്രമേ കാണത്തുള്ളൂ. അത്രയും വെള്ളം മുങ്ങിക്കിടക്കുന്നു. അതിങ്ങനെ ഞാൻ എടുക്കാനായിട്ട് ട്രൈ ചെയ്യാം. പക്ഷേ ഗ്ലാസിൻ്റെ വിൻഡോയിലെല്ലാം മഴയായതുകൊണ്ട് അത്ര ക്ലിയറായിട്ട് വന്നിട്ടില്ല. എന്നാലും ഇത് അന്ന് ഞങ്ങൾ ഈ ഗോവൊക്കെ പോകുന്ന ദിവസം ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അങ്ങനെ നല്ല മഴയത്ത്, അതായത് ഇന്നലത്തെയാണ് ഞാൻ പറയുന്നത്, നല്ല മഴയായിരുന്നു. അപ്പം ഞങ്ങളങ്ങനെ എയർപോർട്ടിന് മുമ്പിൽ കൂടെ, അതായത് അവിടുന്ന് വരുന്ന ആൾക്കാരില്ലേ മലപ്പുറം, അവർക്കൊക്കെ അവരിറങ്ങുന്ന വഴി തന്നെയാണ് ഈ സൽക്കാര റെസ്റ്റോറൻറ്റ്. നമ്മൾ ഈ കോട്ടയം, അതായത് നമ്മളെ ഭാഗത്തുനിന്ന് വരുമ്പം, പുതുപ്പള്ളി ഭാഗത്തുനിന്ന് വരുമ്പം നമുക്കത് കിട്ടത്തില്ല. നമ്മൾ എയർപോർട്ട് ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകുമ്പോഴാണ് കിട്ടുന്നത്. അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ മാപ്പ് ഇട്ടിട്ട് പോകും. അപ്പോൾ ഗോപു പറഞ്ഞു അവൻ പോയിട്ടുണ്ട് ആദ്യം തന്നെ. അപ്പോൾ എനിക്ക് എൻ്റെ ഒരു സൽക്കാരെ പോകണം എന്നുള്ളതുകൊണ്ട് അവിടെ വന്നതാണ്, നോക്കാമെന്ന് പറഞ്ഞ് വന്നു. അപ്പം പാരഗണി പോയാൽ നമുക്ക് ബിരിയാണിയാണല്ലോ, പിന്നെ പെട്ടെന്ന് അവിടെ കിട്ടുകയും ചെയ്യും കേട്ടോ. പിന്നെ അവിടുത്തെ ഒരു കാര്യം ഞാൻ കണ്ടതെന്ന് വെച്ചാൽ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ഒരു ഫുഡ്. പക്ഷേങ്കിൽ ഒരു സരി പോലെ സ്മെല്ലായിരുന്നു, നല്ലൊരു സ്മെല്ലായിരുന്നു. ഈവൻ അവരുടെ നമ്മുടെ വാഷ്റൂമും പോയപ്പോഴൊക്കെ നല്ലതായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഇത്ര റഷ്. ഫുഡിൻ്റെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുന്നതാണല്ലോ. അപ്പോൾ പാരഗൺകാരുടെ ബിരിയാണി എപ്പോഴും സ്പെഷ്യലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് കാലിക്കട്ട് ആയിരിക്കും കേട്ടോ ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഞാൻ 2-3 ട്രൈ ചെയ്തിട്ട് എപ്പോഴും ഞാൻ മോശം റിവ്യൂ ആയിട്ടല്ല കേട്ടോ, പക്ഷേ ഒരു ആവറേജ് ബിരിയാണി എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇവരുടെ ഈ ഹൈപ്പിനനുസരിച്ചുള്ള എനിക്ക് തോന്നിയിട്ടില്ല. അവരുടെ ഡേറ്റ്സ് പിക്കിളും ചട്നിയൊക്കെ ഭയങ്കര സ്പെഷ്യലാണല്ലോ. അങ്ങനെ ഞാൻ എല്ലാ പ്രാവശ്യവും വരുമ്പം എത്ര ഞാൻ പോയാലും എനിക്ക് പിന്നെ ഒന്ന് കഴിക്കണം, ഇവിടുത്തെ ചിലപ്പോൾ നല്ലതായിരിക്കുമല്ലോ എന്ന് വെച്ചിട്ട് ഞാനിപ്പോൾ 2-3 ഇടത്തെ വീഡിയോസ് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതും അതുപോലെ തന്നെ മോശം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ആവറേജ് ഒരു ബിരിയാണിയായിരുന്നു. പിന്നെ നമ്മളിങ്ങനെ സ്പെഷ്യൽ ബിരിയാണി എന്നൊക്കെ പറഞ്ഞ് പാരഗണിലെ ബിരിയാണി ആ ഒരു ഫീലിൽ പോകുമ്പോൾ നമുക്ക് തോന്നുന്നു ഇതൊരു ആവറേജ് ബിരിയാണിയാണല്ലോ എന്ന്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ പിള്ളേർ അപ്പം ആര്യനൊക്കെ പറഞ്ഞു വേണ്ട ഞാനിനി കേരള ഫുഡ് കഴിച്ചു മടുത്തു. അജുനാണ് പിന്നെ താല്പര്യമേ ഇല്ല. അപ്പോൾ ഇവർ പൊറോട്ടയും ബട്ടർ ചിക്കനും ആട്ടോ വാങ്ങിച്ചത്. നമ്മൾ ഗോപു മട്ടൻ ബിരിയാണി, ഞാൻ ചിക്കൻ ബിരിയാണി വാങ്ങിച്ചു. അത് തന്നെ പകുതിയെ കഴിച്ചുള്ളൂ, എന്നിട്ട് പാക്ക് ചെയ്യുമായിരുന്നു കേട്ടോ നമ്മൾ. പിന്നെ എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ ഇവർക്ക് കിട്ടുകയും ചെയ്യില്ല, ഫുഡ് കിട്ടാൻ വേണ്ടി താമസമില്ല. അപ്പോൾ അതിൽ തന്നെ ഇത്രയും ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്ന കാരണം ഇത്രയും ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് അതപ്പോൾ ഇത്രയും ഒരു ആവറേജ് ഒരു ബിരിയാണി. മോശം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, ഒരു ഓക്കെ ബിരിയാണി. എക്സലൻ്റ് എന്നും പറയാൻ പറ്റത്തില്ല. എനിക്കറിയത്തില്ല ഇപ്പോൾ എവിടുത്തെ ബിരിയാണിയാണ് എക്സലൻ്റ് എന്ന്. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഫുഡാണ് ബിരിയാണി, പക്ഷെ അത് ഇപ്പോൾ ട്രൈ ചെയ്തിട്ടൊന്നും ശരിയാകുന്നില്ല. അപ്പോൾ ഇതെൻ്റെ മാത്രം അഭിപ്രായമല്ല, എല്ലാവരും പറഞ്ഞു. ഗോപു പറഞ്ഞു നേരത്തെ ഞാൻ കഴിച്ചിട്ടുള്ളതാണ്, പിന്നെ ചേച്ചി ഒന്ന് ട്രൈ ചെയ്തെന്ന് വെച്ച് ഞാനിവിടെ കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞു. ഒരു ആവറേജ് ബിരിയാണി. അപ്പോൾ അജുവിനോട് ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് പറയുകയാണ്. അപ്പോൾ അവർക്കൊക്കെ പൊറോട്ടയും നമ്മുടെ എന്താ കറിയായിരുന്നു, ബട്ടർ ചിക്കനും നല്ല രസമാണ്, നല്ല ഒത്തൻറ്റിക് നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ലതായിരുന്നു എന്ന് പറഞ്ഞു. ഒരു 3 പേരും കഴിച്ചു, പിള്ളേർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ ബിരിയാണിയും കഴിച്ചു കേട്ടോ. പിന്നെ ഒരു പൈനാപ്പിൾ ജ്യൂസ് ആസ് യൂഷ്വൽ ഭയങ്കര മധുരം അങ്ങനെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കഴിക്കാനായിട്ട് ഇങ്ങനെ എടുത്തതിന് മീൻസ് ആ ഒരു എനിക്കൊരു എന്താ പറയുക, നമുക്കൊരു എന്താ പറയുന്നത്, അതിന് നമുക്കൊരു പ്രതീക്ഷയുണ്ടല്ലോ ഭയങ്കര അടിപൊളിയായിരിക്കും അവിടുത്തെ ബിരിയാണി എന്നുള്ള ആ പ്രതീക്ഷയിലാണ് കേട്ടോ ഞാൻ തട്ടിക്കൂട്ടി ഇടുകയാണ്. പകുതി ബിരിയാണിയൊക്കെ എടുത്ത് അതിനകത്തിട്ടിട്ടു. അത് കഴിഞ്ഞിട്ട് എനിക്കൊന്ന് ഒരു ബിരിയാണിക്കകത്ത് 2 പീസുണ്ട് ചിക്കൻ ബിരിയാണിയായിരുന്നു. 3 ബിരിയാണി അവരുടെ അടുത്തുള്ളതെന്ന് പറഞ്ഞു. ചിക്കൻ ബിരിയാണി, മട്ടൻ ബിരിയാണി, പ്രോൺസ് ബിരിയാണി, ബീഫ് ബിരിയാണി ഇല്ല കേട്ടോ. പാരഗൺകാർക്കില്ലെന്നല്ല, ഈ സൽക്കാരയിലില്ല. അപ്പം എനിക്ക് അവിടുത്തെ ആ ചട്നി, ഇവരുടെ കൂടെ തരുന്ന ചട്നിയില്ല, ചട്നിയും ഡേറ്റ്സ് പിക്കിളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ചള്ളാസും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പപ്പടവും ഇത്ര സാധനങ്ങൾ ഉപയോഗിച്ച് പപ്പടം ഉണ്ടായിരുന്നു, ഞാൻ ഓർക്കുന്നില്ല. പപ്പടം ഇല്ല കേട്ടോ, പപ്പടം ഇല്ല. ഇത്ര സാധനങ്ങളെടുത്ത് ഞാൻ ഇങ്ങനെ നല്ല പ്രതീക്ഷയിൽ ബിരിയാണി കഴിക്കാനായിട്ട് പോവാണ് കേട്ടോ. ഞാൻ നല്ല ക്വാണ്ടിറ്റി നന്നായിട്ടുണ്ട് കേട്ടോ, 2 പേർക്ക് കഴിക്കാൻ പറ്റും. 2 പീസ് ചിക്കനേ ഉള്ളൂ, പക്ഷേ റൈസിൻ്റെ ക്വാണ്ടിറ്റി നന്നായിട്ടുണ്ട്. അങ്ങനെ ഞാൻ ഡേറ്റ്സ് പിക്കിളൊക്കെ ഇട്ട് ഇത് കഴിക്കാനുള്ള ഒരു ഇതിലിങ്ങനെ പോവാണ്. അപ്പോൾ പറയാം. കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ആവറേജ് ബിരിയാണി. പിന്നെ നമുക്കന്ന് ഇവർ പോകുന്നതുകൊണ്ട് ഇവർ എയർപോർട്ടിൽ ഇപ്പം വിടുമല്ലോ, ആ ഒരു ടെൻഷനിൽ അത്ര ഒരു ടേസ്റ്റ് തോന്നാത്തതും കൂടെ ആയിരിക്കും കേട്ടോ. പക്ഷേ എനിക്ക് മാത്രമല്ല, ഗോപുവും പറഞ്ഞു ഇതിന് മുമ്പും കഴിച്ചപ്പം ഒരു ആവറേജ്.
ഇത് റിവ്യൂ ഒന്നും അല്ലാട്ട് എൻ്റെ മാത്രം അഭിപ്രായമാണ്. പിന്നെ ഞാൻ കഴിച്ചുകൊണ്ട് ഗോപുവിൻ്റെ കൂടെ അഭിപ്രായമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് ഇറങ്ങി എയർപോർട്ടിലോട്ട് പോയി. അവിടെ നിന്ന് ജസ്റ്റ് അടുത്ത് തന്നെയല്ലേ, എന്നിട്ട് അവരെ കയറ്റി വിട്ടു. ഇതേ നമ്മൾ വിളിക്കാൻ പോയപ്പോൾ ഞാനിപ്പോഴും ഓർക്കുന്നു, ഇവർ ഇപ്രാവശ്യം വന്നത് എൻ്റെ അടുത്തോട്ടാണ് ആദ്യം വന്നത്. അതായത് ഞങ്ങൾ ആഗ്രയിൽ പോയി സ്റ്റേ ചെയ്യുമായിരുന്നു. ഇവർ ഡൽഹി വന്നിട്ട് ഇവർ ആഗ്രയിലോട്ട് ആദ്യം എൻ്റെ അടുത്താണ് വന്നത്. അപ്പോൾ എന്തൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അതായത് 30-ാം തീയതി, ഇന്ന് 26th, 26 ദിവസം പോയി. ഞാൻ വന്നിട്ട് ഒരാഴ്ച ഇവരുടെ കൂടെ നിന്നു. പക്ഷേ ഒരാഴ്ച നിന്നതായിട്ടേ തോന്നില്ല, ഭയങ്കര പെട്ടെന്ന്. ഇനി എനിക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകാനേ തോന്നില്ല. കാരണം മോള് പോയി കഴിഞ്ഞാൽ ഒരു രസമില്ല, കാരണം അവൾ ഫുൾ ടൈം എൻ്റെ കൂടെയാണ്. പിന്നെ വീടിൻ്റെ അനക്കമായി അങ്ങ് പോയി. അങ്ങനെ എനിക്കങ്ങ് ഭയങ്കര വിഷമമായിപ്പോയി. പിന്നെ ഇപ്പം ഇനി അടുത്ത ആഴ്ച അജ്ജുവും പോവും. അത് കഴിഞ്ഞ് ഞാനൊരു 10 ദിവസം കൂടെ കഴിയുമ്പോൾ ഞാനും പോവും. അങ്ങനെ ഒരു വർഷത്തെ വെക്കേഷൻ. അപ്പം നമ്മൾ അടുത്ത വർഷം നോക്കാം എങ്ങനെ അങ്ങോട്ട് പോവോ, ചിലപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുമോ, മോൻ്റെ അടുത്ത് പോകണം എന്നൊക്കെയുണ്ട്. എന്നാലും വെക്കേഷൻ കഴിയുമ്പോൾ ഒരു സങ്കടമല്ലേ. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമുക്ക് വീണ്ടും നാട്ടിലെ വീഡിയോസുമായിട്ട് കാണാം. ഞാൻ നാട്ടിലെ ഫുഡൊക്കെ ശരിക്കും പ്രോപ്പറായിട്ട് കഴിച്ചു തുടങ്ങുമ്പം കാലറിയും ഞാൻ പറഞ്ഞല്ലോ റെസിപ്പീസും ഒക്കെ ഇടാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ലക്ഷ്മി.